നമസ്കാരം. ഭഗവാനെ മഹാവിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അവതാരമായാണ് കണക്കാക്കുന്നത്. തിന്മയെ ഇല്ലാതാക്കി നന്മയുടെ വെളിച്ചം നിങ്ങളിൽ നിറയ്ക്കുവാൻ ശ്രീകൃഷ്ണ ആരാധനയിലൂടെ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടമായി എന്നും ഒന്നുമല്ലാതെ നിൽക്കുന്നതായ അവസ്ഥയിൽ നിന്നും ഭഗവാൻ തന്റെ ഭക്തരുടെ അടുത്ത് അത്ഭുതങ്ങൾ തന്നെ നടത്തി അവരെ നന്മയുടെ വെളിച്ചത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഭഗവാൻ കൂടിയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. നന്മയുടെ വെളിച്ചത്തിലേക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് ഭഗവാൻ കൈപിടിച്ചുയർത്തും. അത്തരത്തിൽ ജീവിതത്തിൽ ഇനി എന്ത് എന്ന് ചിന്തിച്ചു നിൽക്കുന്നു എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും ഒറ്റ പരിഹാരം ലഭിക്കുവാൻ ഈ ദിവ്യ ശ്രീകൃഷ്ണ ചക്രത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ നൽകിയിരിക്കുന്നത് വിവിധ നമ്പറുകളാണ്. ആ നമ്പറുകളിലൂടെ എന്താണ് ഭഗവാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കൂ. 1 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായ ആ സന്ദേശം ഫലം ഇപ്രകാരമാണ്. ഉടനെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ജീവിതത്തിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ അത് ദുരിതങ്ങളുമാകാം. അത് നേരിടുന്നവരാണ് എങ്കിൽ അത് തരണം ചെയ്യാനുള്ള കാര്യങ്ങൾ ഉടൻ നിങ്ങൾ പ്രവർത്തിക്കണം എന്നും, അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായി തീരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നും ഭഗവാൻ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നു. നിങ്ങളാൽ കഴിയും വിധം അല്ലെങ്കിൽ അതിനു മുകളിൽ ഉടനെ അതിവേഗം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായ ചില സാഹചര്യങ്ങളുണ്ട്. അത് എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നതാണ് വാസ്തവം. ജീവിതം ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുന്നു എന്നത് വാസ്തവമാണ്. എവിടേക്ക് വേണമെങ്കിലും തിരിയുവാൻ പോകുന്ന സാഹചര്യവുമുണ്ട്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. ഭഗവാനെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടത് അനിവാര്യമാണ് എന്നും, കൂടാതെ നിത്യവും വിഷ്ണു സഹസ്രനാമ ജപം മുടങ്ങാതെ നടത്തേണ്ടതും അനിവാര്യം തന്നെയാക്കുന്നു. അല്ലെങ്കിൽ ഭഗവാനെ നിത്യവും നിങ്ങൾ ആരാധിക്കണം, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അർഹമായ മാറ്റങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും എന്ന് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നു. രണ്ടാമത്തെ നമ്പറായ 2 നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നും, അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതീക്ഷിക്കാത്തതായ സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരും എന്ന സന്ദേശം തന്നെയാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ അർത്ഥമാക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങളെ എല്ലാ രീതിയിലും തകർക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പണ്ടത്തേക്കാൾ ശക്തരായി ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുമാകാം. മേക്ക് ഓർ ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് അപ്രതീക്ഷിതമായി വരുന്ന ഒരു വഴിത്തിരിവ് തന്നെയാണ്. എന്നാൽ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകൾ ചിലരെ കുറിച്ച് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഭഗവാൻ അവരുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുൻപിൽ തുറന്ന് കാണിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുന്നു. അത്തരത്തിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. ചിലപ്പോൾ ഒരു സെറ്റ് ബാക്കായി നിങ്ങൾക്ക് ഇത് തോന്നിയേക്കാം എന്നതാണ് വാസ്തവം. എന്നാൽ വലിയൊരു കുതിച്ചുചാട്ടം ജീവിതത്തിൽ വരാൻ പോകുന്നു, അതിന് നിങ്ങൾ തയ്യാറാകണം എന്ന സന്ദേശം ഇതിലൂടെ അർത്ഥമാക്കാം. ശ്രീകൃഷ്ണ മഹാമന്ത്രമായ ഹരേ രാമ
രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ നാമം നിങ്ങൾ നിത്യവും ജപിക്കുന്നത് അത്രമേൽ ശുഭകരവുമാണ്. മാറ്റങ്ങൾ പ്രകടമാകും. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ പല രീതിയിൽ വിഷമിക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സന്ദേശം ലഭിക്കുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതം മടുത്തു എന്ന് പോലും തോന്നുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. തെളിഞ്ഞ മനസ്സും വ്യക്തമായ ചിന്തകളെയും അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിറയുന്നതായ സാഹചര്യങ്ങൾ ഉടനെ വന്നു ചേരാം. അല്ലെങ്കിൽ ഉടനെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാം. ആരും ചിന്തിക്കാത്തതായ ഉയർച്ച നിങ്ങളിലേക്ക് പല കാര്യങ്ങളിലൂടെയും കടന്നു വരാം. വാക്കിലും പ്രവൃത്തിയിലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തത അനിവാര്യമായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. എപ്പോഴും ഭഗവാൻ കൂടെയുണ്ട് എന്ന ചിന്ത നിങ്ങൾക്ക് അനിവാര്യവുമാണ്. ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കരുത് എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്ന വ്യക്തികൾ കൂടിയാകാം. ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന് മാത്രമല്ല, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ പോലും സാധിക്കുന്നത്. ഈ സമയം ക്ഷേത്ര ദർശനവും തുളസിമാലയും മഞ്ഞപ്പെട്ടും ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമവും അനിവാര്യവുമായ ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. നാലാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പലപ്പോഴും നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾ വേണ്ടപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾക്കാണ് നിങ്ങൾ പ്രാധാന്യം നൽകുക. എന്നാൽ സ്വന്തം ഇഷ്ടങ്ങൾക്കും സമയം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ആരെയും അന്ധമായി നിങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളതല്ല. വിശ്വാസം വേണ്ടത് തന്നെയാണ്. എന്നാൽ അത് അന്ധമാവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ദോഷകരമാകും എന്നതാണ് വാസ്തവം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാകാം. ഓരോ തീരുമാനം എടുക്കുമ്പോഴും ഒന്നിൽ കൂടുതൽ തവണ ചിന്തിക്കേണ്ട സാഹചര്യമാണ് നിങ്ങൾക്ക് നിലവിലുള്ളത് എന്നതും വാസ്തവമാണ്. എടുത്തുചാട്ടം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ശ്രീകൃഷ്ണ ഭഗവാനെ നിങ്ങൾ ആരാധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളാലും പ്രാർത്ഥന മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം പോലും വന്നു ചേരാം. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും ഭഗവാനെ ആരാധിക്കുകയും അതോടൊപ്പം ലക്ഷ്മി ഭജനവും അനിവാര്യം തന്നെയാണ്. പണത്തെ ബഹുമാനിക്കേണ്ടതും അനിവാര്യമാണ് എന്ന് കാണുന്നു. തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാൻ പ്രദാനം ചെയ്യും. അഞ്ചാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമാകാം. എന്നാൽ നിങ്ങളത് തീരുമാനം എടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. എന്നാൽ സ്വയം എടുത്തു ചാടുകയോ മറ്റുള്ളവരുടെ നിർബന്ധത്താൽ എടുത്തുചാട്ടം പാടില്ല എന്ന് ഭഗവാൻ പരാമർശിക്കുന്നു. അതിനാൽ തന്നെ മറ്റുള്ളവർ പലപ്പോഴും പ്രകോപിപ്പിക്കും എങ്കിലും നിങ്ങൾ ഉടനെ പ്രതികരിക്കാതിരിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. പലപ്പോഴും നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുകയും അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളവർ തന്നെയാകാം നിങ്ങൾ. ഈ സമയം ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ചിലവാക്കുവാൻ പാടൂ. സമയത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ഏതൊരു കാര്യത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്നതാണ് വാസ്തവം. അനാവശ്യ കാര്യങ്ങൾക്ക് പിന്നിലൂടെ പോകാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പല കാര്യങ്ങളും പലരും പറഞ്ഞു എന്ന് വരാം. എന്നാൽ സ്വയം ബോധ്യപ്പെട്ട കാര്യങ്ങൾക്ക്
പിറകെ മാത്രമേ പോകുവാൻ പാടൂ. ചില കാര്യങ്ങളിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ വളരെയധികം ദോഷകരമായ കാര്യങ്ങളിലേക്ക് നയിക്കുവാൻ സാധ്യത കൂടുതലാണ്. ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സമയം നൽകേണ്ടതും ശ്രദ്ധ നൽകേണ്ടതും അനിവാര്യം തന്നെയാണ് എന്ന് കാണുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആപത്താണ് ഫലമായി വന്നു ചേരുക. ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന് 108 ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഈ സമയം വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും ചില വിഷമങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.